ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ പുറത്താക്കി കോൺഗ്രസ്. എ തങ്കപ്പൻ മാധ്യമങ്ങളോട് സംസാരിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. കൂടെ വരും ധാരാളം ഇല്ലാണ്ടാവും, സ്വാഭാവികമാണ്. ഇതിനകത്ത് വരുന്ന ആളുകൾ പല പാർട്ടികളും പല പാർട്ടിയുടെ അനുഭാവികൾ പോലും ഉണ്ടാവും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു പറഞ്ഞില്ലെങ്കിൽ അത് UDF മാത്രമല്ലല്ലോ, ഇത് മറ്റു UDF തിരിച്ചു വരാനുള്ള ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. അപ്പോൾ ധാരാളം ആൾ വന്നും പോയിക്കൊണ്ട് ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. പ്രശോഭ് ധാരാളം ആളുകളിൽ ഒരാളല്ലോ. കാരണം ഈ രാഹുൽ ശരിയാവട്ടെ, സമയത്ത് രാഹുലിന് സ്വീകരണം കൊടുത്തത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും രാഹുലിനൊപ്പം സദാസമയം ഉണ്ടായിരുന്ന ഒരാളുകളിൽ ഒരാളാണ് പ്രശോഭ്. അന്ന് ഈ പ്രശോഭിനെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ രാഹുലിനൊപ്പം പോയി എന്ന് പറഞ്ഞിട്ടുള്ള നടപടികൾ ഒരാൾ ആരോപണം കിട്ടിയാലേ പുറത്താക്കാൻ പറ്റൂ, കിട്ടുന്നതിന് മുമ്പ് പുറത്താക്കാൻ പറ്റുമോ? ആരാവട്ടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ എത്ര കൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടതുള്ളൂ, എല്ലാതെ വെളിയിലാക്കണ്ട. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഇനി ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ, ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല, ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രശോഭിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നു. അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതെനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയുന്നത് അവൻ കൗൺസിലറാണ്, അവൻ്റെ ഭാര്യ കൗൺസിലറായിരുന്നു. അപ്പോൾ ആ ബന്ധം നമുക്കുള്ളത് ഒരു കൗൺസിലറായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാതി ഇപ്പോഴാണ് അവനെതിരെ ആരോപണം വരുന്നത്, അത് വെളിയിലാക്കി. പ്രശോഭ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് പ്രശോഭ് വത്സൻ. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുക. ഈ പ്രശോഭ് ഇപ്പോൾ ഒളിവിലാണ്, അയാളെ പുറത്താക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അതിൻ്റെ എ തങ്കപ്പൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പാലക്കാട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏത് ചെറുതോ വലുതോ ആയിട്ടുള്ള കേസുകളൊക്കെ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം കൂടിയാവുന്നുണ്ട്. അതിനെ കൂടിയാണ് പ്രശോഭ് വത്സൻ അവിടെ ഇന്നലെ CPM-ഉം BJP-യും അത് അവിടെ പ്രചരണ വിഷയമാക്കുന്നുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മുന്നനുഭവം അവിടെയുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണ വിഷയമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് കൂടി പോകുന്നത് അവിടുത്തെ കോൺഗ്രസ്. പാലക്കാട് നഗരസഭ കൗൺസിലറാണ് പ്രശോഭ് വത്സൻ, പുറത്താക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ മാങ്കൂട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ട് എന്നാണ്. ഇപ്പോ ഈ DCC പ്രസിഡന്റ് പറയുന്നത് വെറും മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ കേട്ടതേ ഉള്ളൂ, പക്ഷെ സ്പോട്ടിൽ നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു സൂചന നടക്കും. കാരണം അത്രയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ഇനിയും കത്താൻ ആ മണ്ഡലത്തിൽ, ഒരു A ക്ലാസ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു വിഷയമായി ഇത് പരിണമിക്കരുതെന്ന് കോൺഗ്രസിന് ഒരു ചിന്തയുള്ളത് പോലെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ ഒരു. ഷാരിഖ് നവാസ്, ഷാരിഖ് ഗുഡ് മോർണിംഗ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ 11 മണിക്കൂറിൽ പ്രശോഭ വിഷയം അവിടെ കാര്യമായൊരു പ്രചരണ വിഷയം തന്നെ ആകുന്നുണ്ട് ഇന്നലെയൊക്കെ. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ പുറത്താക്കൽ നടപടി? ഷാരിഖ്. ഹാഷ്മി, തീർച്ചയായും ഇപ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിലറായ പ്രശോഭിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയായതാണ് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രശോഭിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഒരു ദലിത് യുവതി ലൈംഗിക പീഡന പരാതി ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നൽകിയത്. ഇതിനെ തുടർന്നാണ് പ്രശോഭിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പുറത്താക്കിയത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ നടപടിയെടുത്തു എന്നാണ് അങ്ങപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞത്. എന്താണ് ഇതേ വിഷയത്തിൽ പരിശോധിച്ച ശേഷമാണോ ഇത്തരത്തിലൊരു നടപടി? ഇല്ല, ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവർ ബന്ധപ്പെട്ടില്ല. ഇത് ഇങ്ങനെയാണ്, ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷെ ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ നിങ്ങളൊക്കെ വിശ്വസിച്ചു, ഈ മീഡിയയിലെ ന്യൂസിനെ വിശ്വസിച്ചിട്ടാണ് വെളിയിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കേട്ടുകേഴ്വി ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്തരക്കാരെ ഒരു പാർട്ടിയിൽ വേണ്ടെന്ന അർത്ഥം തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെളിയിലാക്കിയിരിക്കും. ഇനി ഞാൻ ഒരു അന്വേഷണം മറ്റൊക്കെ നടത്തും. ഇപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ എന്താണ് പാർട്ടിയിലെ ചുമതല, അല്ലെ ഭാരവാഹിത്വം എന്തായിരുന്നു? കാര്യമായിട്ട് ചുമതല പാർട്ടിയിലില്ല, കൗൺസിലറൊക്കെ ഇത്രയേ ഉള്ളൂ. കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ? അത് അല്ല, ഇതിലെന്താ അറിയോ, ഈ പുറത്താക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ആവശ്യപ്പെടുന്ന ആദ്യം രാജിവെക്കുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾക്കൊന്നും അതിന് മീഡിയയിലില്ല, നിങ്ങൾ ആദ്യമേ പൊട്ടിത്തെറിച്ച് നടക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്താ ചെയ്യുക, പാർട്ടിയുടെ വെളിയിലാക്കി. ഇനി വെളിയിലാക്കിയ ആളുടെ അടുത്ത് ഞങ്ങൾ രാജിവെക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾക്ക് സത്യത്തെ അധികാരമില്ല, പാർട്ടിക്കാരനല്ലാതെ പോയില്ലേ. അതാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ, അതായത് ഈ പ്രശോഭ് വത്സനെതിരെ പരാതി എടുത്തില്ലെങ്കിൽ SP ഓഫീസിൽ സമരമിരിക്കുമെന്ന്. അത്തരത്തിൽ അവർ ഈ വിഷയവുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് NDAയുടെയും LDFൻ്റെയും തീരുമാനം. ഇത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ? ഞങ്ങളുടെ ഒരു പ്രവർത്തകനായിരുന്നവൻ കൗൺസിലറായിരുന്നവൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവൻ എങ്ങനെ ചെയ്തു അപ്പം പുറത്താക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് അവനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. പുകഞ്ഞ പുള്ളി പുറത്ത്.
ഇനി അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടിക്ക് എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരാൾ, നമുക്കറിയാലോ ഏത് പാർട്ടിയാണെങ്കിലും എല്ലാ സ്വഭാവമുള്ളവരുണ്ടാവും. ചില തെറ്റ് ചെയ്താൽ നമ്മൾ വെച്ചിരുത്താതെ അതിനാലോചിക്കാതെ ഒരു സമയം കൂടി 1 മിനിറ്റ് പോലും കൊടുക്കാതെ വെളിയിലാക്കി. ഇനി അതെന്തോ ആവട്ടെ, നമുക്ക് നോക്കണ്ടേ. അവൻ പാർട്ടിക്കാരനല്ല, കോൺഗ്രസ്സുകാരനല്ല. തിരഞ്ഞെടുപ്പ് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാവില്ലെന്നും അതുപോലെ തന്നെ ഇത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ ഇത് വിഷയം തിരിച്ചടിയാവില്ല എന്നാണ് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നത്. അദ്ദേഹം നെന്മാറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇത് ഏത് മണ്ഡലത്തിലും ഇത്തരത്തിൽ ഈ വിഷയം പ്രതിഫലിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ വിഷയം മാധ്യമങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ തന്നെ പ്രക്ഷോഭിനെ വിളിക്കുകയോ മറ്റൊന്നും ചോദിക്കാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന് നിലവിൽ കോൺഗ്രസിൽ ഭാരവാഹിത്വമോ മറ്റു ചുമതലകളോ ഒന്നുമില്ല. മുൻ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു പ്രക്ഷോഭ് വത്സൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു പ്രക്ഷോഭ് വത്സൻ. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പരാതി വന്നതിന് ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും കോൺഗ്രസ് പറയുന്നത് ഇത് ഇലക്ഷനെ ബാധിക്കില്ല, നടപടിയെടുത്തു. അത് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് മാത്രം നോക്കി അദ്ദേഹത്തോട് പോലും പ്രക്ഷോഭിനോട് പോലും ചോദിക്കാതെയാണ് നടപടിയെടുത്തത്. എല്ലാ പാർട്ടിയിലും ഇതുപോലെ പല സ്വഭാവത്തിലുള്ളവർ കാണും. പുകഞ്ഞ കൊള്ളി പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.